ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ച് വലിയ തരത്തിൽ ചിന്തിച്ചുകൊണ്ടൊന്നല്ല. ഞാനൊരു വിമർശിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങളെ പല ആളുകളും ഇതിന്റെ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ എക്സ്പീരിയൻസുകൾ. ഒരുപക്ഷെ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് കേൾക്കുന്നത് എന്തുകൊണ്ടും ഒരുപക്ഷെ അവരുടെ ബിസിനസ്സിൽ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് അതൊരു കാരണമാകുമെങ്കിൽ ഞാൻ അതോടെ പറയാം. ഞാനൊരു 10-18 വർഷം UAE സ്വന്തമായി ബിസിനസ് ആയിരുന്നു. 6 മാസം എവിടെയും 6 മാസം UAE അങ്ങനെ സ്വന്തമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെ എല്ലാ മാസവും എനിക്ക് വരുമാനമുണ്ട്. സ്വന്തം ബിസിനസ്സാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം, ഒരു ബിസിനസ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിനക്കറിയാണ്ട നമ്മൾ ഇതേപോലെ ഒരാൾ പറഞ്ഞപ്പോ ഇങ്ങനെ 10-25,000 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് അതിലൊരു ആളും തുമ്പും ഉണ്ടായില്ല. നമ്മൾ കുറെ കുപ്പിയിലുള്ള സാധനങ്ങളും വാങ്ങിച്ചു ഇവിടെ കൊടുത്ത് കുറെ എക്സ്പയർ ആയി കളയാന്നല്ലാണ്ട്. അപ്പൊ അത്തരത്തില് ഉള്ള മേഖല ഫുള്ള് തട്ടിപ്പാ, അതിലേക്കൊന്നും പോവണ്ട എന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. ഓക്കെ ശരി, അത് അതോടെ അവസാനിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ മോൾക്ക് കുറച്ച് വായ്പുണ്ണിന്റെ ഭയങ്കരമായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർമാരെ അടുത്ത് ഒക്കെ കാണിച്ചു, മരുന്നൊക്കെ കഴിച്ചു. അവിടെ നിന്നും ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മാറ്റമില്ല എന്ന് കണ്ടപ്പോ ആയുർവേദത്തിന് കുറെ നോക്കി. അതും ഈ നോമ്പ് സമയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായ വായ്പുണ്ണിന്റെ പ്രശ്നം വരും. അങ്ങനെ അതിങ്ങനെ വളരെ പ്രയാസകരമായപ്പോ എൻ്റെ വൈഫിന്റെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചി, ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അത് വായ്പുണ്ണിന് മാറുന്നതാണ്, ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും പറഞ്ഞപ്പോ എൻ്റെ വൈഫ് എന്നത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് അങ്ങനെയാണെങ്കിൽ നിന്റെ പേര് അഡ്രസ് രജിസ്റ്റർ ചെയ്തെടുത്താൽ വില കുറഞ്ഞു കിട്ടും, നിനക്ക് വീട്ടിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വില കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് എന്റെ അഡ്രസ്സ് തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ അഡ്രസ്സൊക്കെ കൊടുത്തു. അതിൽ രജിസ്റ്റർ ചെയ്തു. വീട്ടിലേക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ അതിൽ കൂടെ വാങ്ങിച്ചു. ഈ സംഭവം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, മല്ലികേച്ചിയുടെ ആ ഒരു ഇതിൽ ഞാൻ ചേർന്നിട്ടുണ്ട്, വീട്ടിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് സാധനം എടുക്കാലോ എന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ട ഞാൻ ആകെ പ്രഷറായി. ഞാൻ പറഞ്ഞതാണ് ഒരിക്കൽ നീ അതിൽ പോയി ചാടരുത് എന്ന്. എന്റെ ധാരണ ഇവള് 10-25,000 രൂപ, ഇതിന് മിനിമം 25,000 മുകളിൽ വേണം എന്നുള്ള ധാരണ ഉണ്ട്. ഞാൻ കരുതിയ 10-25,000 രൂപ ഇവൾ അവിടെയും കൊണ്ടുപോയി വീണ്ടും ഇട്ടു എന്നാണ് ഞാൻ കരുതിയത്. അതിന്റെ പേരിൽ ഞാൻ നന്നായി വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവരെ കയ്യിൽ ഫോൺ എടുക്കാൻ പറഞ്ഞു, അവരെയും ചീത്ത പറഞ്ഞു, നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ഇവളിങ്ങനെ ചെയ്യണത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഫോൺ കട്ടാക്കി. പിന്നീട് ഞാൻ ഒരാഴ്ചക്ക് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടേ ഇല്ല. ഇവിടുത്തെ ഒരു കോൾ ഉണ്ടായാൽ എടുക്കില്ല. അത്രമാത്രം എനിക്ക് ഭയങ്കരമായ ദേഷ്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് എന്നെ അനുനയിപ്പിക്കാൻ വേണ്ടി എൻ്റെ പെങ്ങളോട് ആരോട് പറഞ്ഞിട്ടാണ് ഇനി ഈ മനുഷ്യൻ നാട്ടിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ വൈഫ് ചിന്തിച്ച് കരച്ചിലോട് കരച്ചില വീട്ടിൽ മൊത്തം. ഈ ഒരു ബിസിനസിന്റെ അവസരം പറഞ്ഞു കൊടുത്തത് ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള മല്ലിക മാഡമാണ്. മല്ലിക മാഡം ഈ ബിസിനസ്സിലേക്ക് വന്ന സമയം പറഞ്ഞു തന്നതിന്റെ പേരിൽ അവരടക്കം കരച്ചിലായി. വേണ്ടിയിരുന്നില്ല. അവർ പറഞ്ഞു, മോളെ കുട്ടി നീ ചെയ്യണ്ട, നീ സാധനങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് തിരിച്ചു തന്നെ, ഞാൻ എടുത്തോളാം എന്ന് വരെ എത്തി. അങ്ങനെ എൻ്റെ പെങ്ങളോട് എൻ്റെ വൈഫ് വിവരം പറഞ്ഞപ്പോ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്ത് കാരണം കൊണ്ടാണ് വിളിക്കാത്ത, ഇന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ഇതിലുണ്ട് എന്ന് പറഞ്ഞേക്ക്, എനിക്കും കുറച്ച് സാധനങ്ങൾ വേണം എൻ്റെ പെങ്ങള് പറയും. അങ്ങനെ അവൾക്കൊരു സമാധാനമായി. അങ്ങനെ എൻ്റെ പെങ്ങള് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ വീട്ടിലേക്ക് വിളിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, അവൾ ഇന്നെ മാരിക ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പൊ എൻ്റെ പെങ്ങള് പറഞ്ഞു, ഞാനും ഇതിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നീയുണ്ടോ? എന്നോട് പറഞ്ഞു, നീയുണ്ട്, ഞാനും ഉണ്ട് ഇതില്. കാരണം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ട്, അവൾക്ക് ഇതൊക്കെ അറിയാം, എനിക്കതൊന്നും അറിയില്ലേ. ഞാൻ പറഞ്ഞു, എന്ത് ആയുഷ് പ്രീമിയം? അപ്പൊ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വില കുറഞ്ഞു കിട്ടിയ എന്താ കുഴപ്പം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് എൻ്റെ മോളെ എനിക്ക് വിളിക്കണത്. ഉപ്പച്ച് ഞാൻ എൻ്റെ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാം. എന്താണ്? അപ്പൊ ഞാൻ എൻ്റെ മോൾക്കാ വിളിച്ചത്.
മോളെയാണ് എവിടെ എന്റെ മൂത്ത മോളെ വിളിച്ചിട്ട് അവൾക്ക് ഫോൺ കൊടുക്കുക, അവളോടാണ് സംസാരിക്കുന്നത്. മക്കളോട് ദേഷ്യക്കാരും സംസാരിക്കുന്നില്ല. അപ്പൊ മോള് പറഞ്ഞു, ഉപ്പച്ചി എന്റെ വായ്പുള്ളിൽ നല്ല മാറ്റമുണ്ട്, ഉമ്മച്ചി തന്ന മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ നല്ല സമാധാനം. അപ്പോഴാണ് എനിക്കൊരു ശ്വാസം സമാധാനമായി. പൈസ പോയാലും വേണ്ടില്ല, മോളുടെ വായ്പുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. ഇതിന് എന്റെ വൈഫിനോട് പറഞ്ഞു, ഇനി ആ സാധനങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് വല്ല കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഒരു സാധനം പോലും ഇനി കഴിക്കാനോ പാടില്ല, മറ്റുള്ളവർ കൊടുക്കാനും പാടില്ല. അപ്പൊ അവള് പറഞ്ഞു, ഇല്ല, വീട്ടില് തറ തുടക്കാനും പാത്രം കഴുകാനൊക്കെ ഉള്ള സാധനങ്ങളാണ് കുറച്ച് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് അതോടെ അവസാനിച്ചു. പിന്നീട് ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ കൊറോണ സമയം 28 ദിവസം ക്വാറന്റൈൻ ചെയ്യണം. ഞാൻ ഒറ്റക്കൊരു വീട്ടിലാണ് ക്വാറന്റൈൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ക്വാറന്റൈൻ ഇരിക്കുന്ന സമയത്ത് എന്നോട് എന്റെ വൈഫ് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സാധനം കൊടുത്തയക്കുന്നുണ്ട്, അത് നിർബന്ധമായി കഴിക്കണം, ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നതാണ്. അപ്പൊ അതെന്തിനാ, കൊറോണ ഉണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈല ടീച്ചർ പിടിച്ച് ഒരു ബോട്ടിൽ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ, മന്ത്രിമാരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചത്. അപ്പം ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് തന്ന ഒരു ചെറുപ്പക്കാരൻ വന്നു എന്റെ വീട്ടിൽ. അന്ന് പ്രവാസികൾ എന്ന് വെച്ചാല് അത്രമാത്രം ഡേഞ്ചർ ഉള്ള ഒരു സമയമാണ്. അങ്ങനെ ആ വ്യക്തി വന്ന് എന്റെ വീടിന്റെ വരാന്തയില് അവിടെ വെച്ചു. അവരെ കാണാൻ പോലും ആരും തയ്യാറല്ല, പ്രവാസികളെ. അത്രമാത്രം സാഹചര്യമായിരുന്നു കൊറോണ സമയത്ത്. അങ്ങനെ അവിടെ വരാന്തയിൽ വെച്ചു. ഞാൻ ആ കീസ് എടുത്ത് നോക്കുമ്പോ അതിലൊരു ലേഹത്തിന്റെ ബോട്ടിലും ഒരു പേസ്റ്റും ഒരു ഹെയർ ഓയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, അത് രാവിലെ 2 ടീസ്പൂണും വൈകുന്നേരം 2 ടീസ്പൂണും ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാൻ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനത് തന്നെ കഴിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ആ അത് എനിക്കൊരു ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര അലർജിന്റെ ഒരു അടിമയാണ്. നാട്ടിലെത്തിയാൽ, ഗൾഫിൽ നിന്ന് അത്ര പ്രശ്നമല്ല, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ എന്റെ 1/4 മണിക്കൂർ സമയം ഇരുന്ന് തുമ്മിക്കൊണ്ടിരിക്കുന്നതാണ്. എന്റെ മൂക്കിൽ ഒരാൾ തൊടാൻ പാടില്ല. എന്റെ ഒരു മീശ ഒന്ന് വളർന്ന് മൂക്കുമ്പോ തട്ടിയ ഞാൻ തുമ്മാൻ തുടങ്ങും. അതേപോലെ ആരെങ്കിലും അവിടെ ഒരു പൊടി ഒരു എന്തെങ്കിലും ഒന്ന് കുടഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തുമ്മും. അത്രമാത്രം അലർജിയുള്ള ഒരു പ്രശ്നമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർമാർ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് തരും. പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇത് മാറ്റിയെടുക്കാൻ പൂർണ്ണമായി മാറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എത്ര പൈസ വേണമെങ്കിൽ ഞാൻ ചെലവാക്കും, ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ എപ്പോഴും കർച്ചീഫ് കയ്യിലുണ്ടാവും. ഡോക്ടറിനോട് പറഞ്ഞു, ഈ ഗുളിക കഴിക്കുന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്റെ കയ്യിലില്ല. അങ്ങനെയാണ് ഈ ഇത് കഴിക്കാൻ സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇത് കഴിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ അലർജിക്ക് ഭയങ്കരമായ കുറവ് വന്നു. അപ്പൊ ഞാൻ ആ ബോട്ടിൽ പിടിച്ച് തിരിച്ചു വായിച്ചു നോക്കുമ്പോൾ അതിന്റെ പേര് കവചപ്രാശ എന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിന്റെ അലർജിക്ക് ഇങ്ങനെ മാറ്റം വരെ എന്താണ് ഇതിൽ നിറച്ചത്, എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് 10-36ഓളം വരുന്ന ആയുർവേദ ചേരുവകളാണ് ഇതിലുള്ളത്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പഠിച്ചപ്പോഴാണ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിലേക്ക് ഞാൻ കടഞ്ഞിരുന്നത്. കാരണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, 28 ദിവസം ഇരിക്കൽ തന്നെയാണല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, നീ എന്തായാലും ഗവൺമെന്റ് തന്ന സാധനം സൂപ്പറാണ്, കാരണം എന്റെ അലർജിക്ക് ഭയങ്കര കുറവുണ്ടെന്ന് ഞാൻ എന്റെ അത്ഭുതത്തോടു കൂടി എന്റെ വൈഫിനോട് പറഞ്ഞപ്പോ വൈഫ് പറയാണ്, അത് ഗവൺമെന്റ് തന്നൊന്നല്ല മനുഷ്യ, അന്ന് നിങ്ങള് ഒരാഴ്ച പോലും വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ. ഞാനിതിന്റെ ഈ സാധനം മേടിച്ചപ്പോ അന്ന് തല്ലുകൂടിയില്ലേ, എന്റെ ഉപ്പാനിമാരൊക്കെ വിളിച്ച് ചീത്ത അറിഞ്ഞില്ലേ, ഓർമ്മ ഉണ്ടാ, അതിലുള്ള സാധനമാണ് ഇത്. അപ്പോൾ ആ സംഗതി കൊള്ളാലും നല്ല സാധനം, എല്ലാവർക്കും നല്ല എന്റെ അലർജിക്കെല്ലാം മാറ്റമുണ്ട്. അപ്പൊ ഞാൻ അതിലിരുന്ന് പിന്നീട് അവളിങ്ങനെ എനിക്കൊരു ലിങ്ക് ഇട്ട്, ഇതിലൊന്ന് കയറണം, അത് ഇതില് കയറി കഴിഞ്ഞാൽ ഇനിയും കുറച്ച് സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ലിങ്ക് ഇട്ടു. അപ്പോ ഞാൻ 2-3 ദിവസം ആ ലിങ്കിലൊന്നും കയറാതെ ഞാൻ വല്ല കോമഡി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്റെ സമയം ഇങ്ങനെ ചിലവാക്കും. ഒരു ദിവസം കയറിയപ്പോ ഇവര് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കതൊന്നും പിടിച്ചില്ല. ഞാനപ്പോ അങ്ങനെ ആ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും കോമഡി, അപ്പൊ എന്നോട് അവള് പറയും കയറിയില്ലേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് മാറിയിട്ടില്ല, എനിക്കൊരു നല്ല അനുഭവം ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചൊന്ന് പഠിക്കണം തോന്നിയപ്പോ ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് എന്ന് മനസ്സിലായത്. അപ്പൊ അതിന്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പഠിച്ചു. അവിടെയാണ് എനിക്ക് കമ്പനിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി. കമ്പനി മുന്നോട്ട് വെച്ച ആശയമാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. എന്തെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് നല്ലത് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്ന ആശയമാണ് എന്നെ ഇതിലേക്ക് ചിന്തിപ്പിച്ചത്. അങ്ങനെ ഞാൻ നോക്കുമ്പോ എങ്കിൽ ഈ കമ്പനിയുടെ സ്ഥാനം എന്താണ് എന്ന് ഞാൻ നോക്കുമ്പോ ഇന്ത്യയിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ചപ്പോഴാണ് വീണ്ടും ഈ കമ്പനി മുന്നോട്ട് വെച്ച ആശയത്തിൽ ഒരു കാര്യം എനിക്ക് തിരിച്ചറിവുണ്ടായത്. നമ്മൾ നാളെ അധ്വാനിക്കാൻ വയ്യാത്തൊരു അവസ്ഥ നമുക്കുണ്ടായ, നമ്മൾ മരണപ്പെട്ടാൽ പോലും നമ്മുടെ മക്കൾ ആരുടെ മുന്നിൽ കൈ നീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാന സോഴ്സ് ഇതിൽ ഈ കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചപ്പോൾ ഞാൻ ഈ ഒരു കമ്പനിയെ കുറിച്ച് കൂടുതൽ പഠിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ എന്റെ ഗൾഫിൽ സ്വന്തമായ ബിസിനസ് നാളെ നേരം വെളുത്താൽ ഞാൻ എണീറ്റില്ലെങ്കിൽ എന്റെ വരുമാനം 0. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയിൽ വിജയിച്ച എത്ര പേരുണ്ട് എന്നതിലേക്കാണ് ഞാൻ ചിന്തിച്ചത്. ഇത് വാഗ്ദാനങ്ങളാണോ, അതല്ല ഇതിൽ നിന്നും രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആഴ്ചയിൽ 2,10,000 വാങ്ങിക്കുന്നു. അത് 2 കൈയും കാലും ഇല്ലാത്ത മനുഷ്യർ പോലും ഉണ്ട്. എങ്കിൽ ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് 2 കൈയും കാലിനും 100% ആരോഗ്യമുള്ള എനിക്ക് എന്തുകൊണ്ട് ഒരു 50,000 രൂപ ആഴ്ചയിൽ വാങ്ങിച്ചുകൂടാ? നാളെ ഞാൻ മരണപ്പെട്ടാൽ പോലും എന്റെ മക്കൾ മറ്റാരുടെ മുന്നിൽ കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന വരുമാന സോഴ്സ് കമ്പനി മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് അത് ഏറ്റെടുത്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖല കമ്മിറ്റ്മെന്റോടുകൂടി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും എന്റെ ഗൾഫിലുള്ള സ്വന്തം ബിസിനസ് എല്ലാം മറ്റൊരാൾക്ക് വിൽക്കാൻ തയ്യാറായി. ഈ സമയത്ത് ഞാൻ ഗൾഫിൽ നിന്ന് ക്യാൻസലാക്കി വരുന്ന സമയത്ത് 2 പേർക്ക് അറിയുള്ളൂ. ഒന്ന് എന്റെ വൈഫിനും ഒന്ന് എന്റെ ജ്യേഷ്ഠനും ഞാൻ ക്യാൻസലാക്കിയിട്ടാണ് വരുന്നത് എന്ന് ഇവർക്ക് അറിയുള്ളൂ. എന്റെ ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഞാൻ അതൊന്ന് ചെയ്തു നോക്കട്ടെ, ഇന്നമാതിരികളാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞപ്പോ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഞാൻ പറഞ്ഞു, നീ വരണ്ട, നിന്റെ ഗവൺമെന്റ് ജോലിയാണ്, 1,25,000 സാലറി പഠിക്കുന്നു. ഒരു പക്ഷെ നിങ്ങളെ കണ്ടുണ്ടാവും, കമറുദ്ദീൻ സാർ, ആർട്ടിസ്റ്റ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും കൂടി വരാം, നമുക്ക് 2 ട്രിപ്പും ഒരുമിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു, നീ നിന്ന് ഞാനത് പോയോട്ടെ, എനിക്കാണെങ്കിൽ എപ്പോഴും വരാറ്, എനിക്ക് എന്റെ സ്വന്തം ബിസിനസ്സാ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ജോലിയാണ്, നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കിട്ടൂല, ഞാനത് പോയോട്ടെ, വല്ലതും കിട്ടുമെങ്കിൽ നോക്കട്ടെ, നിന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാറ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ക്യാൻസലാക്കി വന്നു. ഒരു 4-5 മാസത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല എന്തേലും കാര്യം ഉണ്ടാ? പറഞ്ഞ് നോക്കട്ടെ, സമയമായിട്ടില്ല കുറെ. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചുമായിരുന്നില്ല, ഇത് ഞാൻ കരുതി ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നോക്കുമ്പോ ഇവിടെ ഒരുപാട് ആൾക്കാർ പൈസ പോയ കഥകളാണ് എന്നോട് പറയണത്, ഞാനൊന്ന് നോക്കട്ടെ, ശ്രമിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. കുറച്ചങ്ങനെ അതിന് പിന്നാലെ ഓടിയപ്പോ എനിക്ക് തോന്നി, ഇതൊന്നും നടപടി ആവില്ലട്ടെ, ഇത് ആളുകൾ മൊത്തം നമ്മളെ ആകെ ഒന്നുമില്ലാത്തവനാക്കുകയാണല്ലോ. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ 6 മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോവാട്ടെ, ഇതൊന്നും എന്നെ കൊണ്ട് ഇത് നടക്കൂല എന്ന് ആവേശത്തോടുകൂടി ഏറ്റെടുക്കുകയും പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോ ജനങ്ങളെല്ലാം ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ എന്നോട് വൈഫ് പറഞ്ഞു, ഏതായാലും 6 മാസം നിൽക്കണല്ലോ, അതുവരെ ഒന്ന് ചെയ്തു നോക്കുന്നതാണ്. അപ്പൊ ഞാൻ ചെയ്യണില്ല, ഞാൻ എന്തായാലും പോവാണ്. കാരണം ഇതിൽ നിൽക്കുമ്പോ വരുമാനമൊന്നും കിട്ടണില്ല, നമ്മളിങ്ങനെ വണ്ടിയിൽ എണ്ണ അടിക്കുക, ഇങ്ങനെ പോവുക, ആളുകൾ നമ്മളോട് പറയുന്നേ ഇതിപ്പോ ആൾക്കാരെ പൈസ പോയി നിൽക്കാണ്, നീ ഇതിൽ പെട്ടോ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി എന്നെ ഒരു RTPയിലേക്ക് കൊണ്ടുപോയി. ഒരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങളത് അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് അവിടെ 2 ദിവസം നിന്നിട്ടുള്ള ഒരു പ്രോഗ്രാം RTP. അതിൽ കൊണ്ടുപോയപ്പോ ഈ ലീഡേഴ്സിന്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി കുറച്ചും കൂടി നിന്നൊന്ന് ചെയ്തു നോക്കാം എന്നും കൂടി മനസ്സിലാക്കി ഞാനിവിടെ വന്നു. ഒന്നുകൂടി ആവേശത്തോടു കൂടി ചെയ്തു. അങ്ങനെ ഒരു 10 മാസം അടുപ്പിച്ച് ചെയ്തപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ആഴ്ചയിൽ 1000-2000 ഒക്കെ വന്നിരുന്നത് മെല്ലെ മെല്ലെ കൂടി. അങ്ങനെ എന്റെ പെങ്ങള് അന്ന് ഇതിൽ ഐഡിയ അടിച്ച് കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പൊ ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, ആ ലേഹം കഴിച്ച് എനിക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടിട്ടാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പെങ്ങള് ആ തുടക്ക സമയത്ത് എനിക്ക് 1000 ചില്ലറ രൂപ അക്കൗണ്ടിലേക്ക് വന്നപ്പോ ഞാൻ എന്റെ പെങ്ങളോട് പറഞ്ഞു, എനിക്ക് ഈ കമ്പനിയിൽ 1000 ചില്ലറ രൂപ അക്കൗണ്ടിലേക്ക് തന്നിട്ടുണ്ട്.
അപ്പൊ ഞങ്ങൾ അതെ എന്നൊക്കെ വെച്ച് പെങ്ങളും മറ്റുള്ളവരോട് ഇതൊക്കെ പറയാൻ തുടങ്ങി. പെങ്ങൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ന് അപ്കമിങ് RTCയിലേക്ക് പോകുന്ന റഷീദ മേഡം. അവര് വലിയ കോടികൾ ആസ്തിയുള്ള ആളുകൾ. അപ്പോ അവർക്കും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ അവർ ഈ ഉൽപ്പന്നത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി അവർ ഉപയോഗിക്കും. ആ റിസൾട്ട് ഷെയർ ചെയ്തപ്പോ അതിലൂടെ ഒരുപാട് ആളുകൾ കടന്നു വന്നു. ഇന്ന് അവർ കോടികളുടെ ബിസിനസ്സിനാണ് അവർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ എന്റെ ജ്യേഷ്ഠൻ ഒരു 10 മാസത്തിന് ശേഷം എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 23,000 ചില രൂപ ആഴ്ചയിൽ വന്നു. അപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, സംഗതി കൊള്ളാം, നമ്മള് ഇവിടെ എഫേർട്ട് ഇടാൻ തയ്യാറുണ്ടെങ്കിൽ വരുമാനം കിട്ടും എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതിയുടെ പകുതി എടുത്താൽ മതി. ഗൾഫിൽ എടുക്കുന്ന എഫേർട്ടിന്റെ പകുതിയുടെ പകുതി എടുത്താൽ മതി. 23,000 വന്നു. അപ്പൊ അദ്ദേഹം കണക്കൂട്ടി 23 ഗുണിക്കണം 4, ഏകദേശം എന്റെ സാലറിക്ക് അടുത്തായി, നാട്ടിൽ നിൽക്കാലോ എന്ന് കരുതി അദ്ദേഹം പറഞ്ഞു ഞാൻ ക്യാൻസലാക്കി വരികയാണ്. ഞാൻ പറഞ്ഞു എന്നാ വായോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്യാൻസലാക്കി വന്നു. അദ്ദേഹമാണ് ഇന്ന് STCയിൽ RTCയിലേക്ക് പോകുന്നു. കമറുദ്ദീൻ സാറ് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ആളുകൾക്ക് പരിചയം അദ്ദേഹത്തെ. പല GTSകളിലും അദ്ദേഹമാണ് ഇന്ന് GTS എടുക്കാനും വളരെ ആവേശത്തോടു കൂടി ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്ന് എന്റെ ടീമിൽ ആയിരക്കണക്കിന് ആളുകൾ പലതരത്തിൽ പല പ്രൊഫഷനിൽ നിൽക്കുന്ന പല ആളുകളുമാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഏകദേശം ഒരു 3 കോടിക്ക് അടുത്ത് ടേൺ ഓവർ കൊടുക്കാൻ സാധിച്ചു. കുടുംബത്തിൽ നിന്ന് നിരവധി ആളുകൾ പല റാങ്കിലൊക്കെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കുടുംബത്തിലെ ആളുകൾ പല റാങ്കിൽ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നല്ലത് കിട്ടിയാൽ ആദ്യം കൊടുക്കേണ്ടത് വേണ്ടപ്പെട്ടവർക്കാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബത്തിലെ പല ആളുകളും ഇന്ന് STCയിലേക്ക് പോകുന്നു, RTCയിലേക്ക് പോകുന്നു, പല ആളുകളും STCയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള റാങ്കിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിച്ചത് നമ്മളോടുള്ള ഒരു ബിലീഫും കമ്പനിയോടുള്ള വിശ്വാസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. ബിലീഫ് വളരെ നിർബന്ധം. എന്തുകൊണ്ടാണ് പല ആളുകളും ഈ ഡയറക്ട് സെല്ലിംഗ് മേലെ ഏറ്റെടുത്തിട്ട് പകുതിക്ക് ഇട്ടേച്ചു പോകണം? പല ആളുകളും അങ്ങനത്തെ ആളുകളാണ്. ഇത് ആവേശത്തോട് ഏറ്റെടുക്കും, കുറച്ചു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആവേശം കെട്ടടങ്ങി അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് മേഖലയെ കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ, ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ആശയം, തത്വം അവിടെയാണ് മനസ്സിലാക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഒരു ആശയമുണ്ട്, ഒരു തത്വമുണ്ട്. ഇത് പഠിക്കാത്ത ഏതൊരു മനുഷ്യനും ഇതിൽ നിന്നും മെല്ലെ പുറകോട്ട് പോകും. കാരണം ഇവിടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ലീഡേഴ്സ്, ഇതൊരു ബോസ് ബിസിനസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലീഡേഴ്സ് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ബിലീഫ് ഇല്ലാത്ത ആളുകൾ മെല്ലെ മെല്ലെ അതൊന്നും കേൾക്കാതെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്റെ ശബ്ദം, എന്റെ വോയിസ് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം, ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഈ ഒരു തത്വം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ നിന്നും വളരെ പെട്ടെന്ന് പുറകോട്ട് പോകും. ഒന്നാമത്തെ വർഷം എന്ത് ചെയ്യണം? നമ്മളൊരു സത്യം പറയുകയാണെങ്കിൽ ഇതിലൊരു ലീഡർമാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ലീഡർമാർക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാൻ കഴിയൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ ആരോടും ലീഡർ ആവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. സ്വയം ലീഡർ ആവണം. നമ്മളെ കൂടെ ഒരാൾ ഐഡിയ അടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലീഡറാണ് നമ്മൾ. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണം. നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്ത് വന്നാൽ അത് ലീഡറുടെ തലയിൽ, നമ്മുടെ അപ്ലൈന്റെ തലയിൽ കെട്ടിവെക്കാതെ അവര് ഫോളോ അപ്പ് ചെയ്യട്ടെ, അവര് വർക്ക് കൊടുക്കട്ടെ, അവരുടെ കൂടെ അവര് പോട്ടെ എന്ന ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളാണ് മോട്ടിവേഷൻ കൊടുക്കേണ്ടതും, നമ്മളാണ് ലീഡറും ആവേണ്ടതും, നമ്മളെയാണ് അവർക്ക് മാതൃകയാക്കേണ്ടത്. എന്റെ ലീഡർ ആരാണ്? ലീഡർ നമ്മളെ കൂടെ വന്ന ആളുകളെ കൈപിടിച്ച് അവരുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും ഒരുപോലെ പങ്കെടുക്കുന്ന, ഈ ബിസിനസ്സിൽ എന്താണ് അവരുടെ തടസ്സം അത് മനസ്സിലാക്കി അവരെ നേർരേഖയിൽ സഞ്ചരിപ്പിക്കുന്ന കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയാണ്, സ്വയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ് ലീഡർ.
അതുകൊണ്ട് നമ്മളെ കൂടെ ഐഡിയ അടിച്ച് വന്നവരെ ആളുടെ ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാവണം. വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം. നമ്മുടെ കൂടെ വന്ന ആളുകളെ വിളിക്കുകയും അവരോട് ബിസിനസിനെ കുറിച്ച് സംസാരിക്കുകയും അതിലുപരി അവരുടെ മാനസികമായ പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അവരെ സമാധാനിപ്പിക്കേണ്ട കാര്യങ്ങളിൽ സമാധാനിപ്പിക്കുകയും എപ്പോഴും എന്റെ കൂടെയുണ്ട്, വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ കൂടെയുള്ളവരുമായി വിട്ടുപിരിയാൻ പറ്റാത്തൊരു ബന്ധം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മൾ ഒരുപോലെ ഇടപെടാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നമ്മളെ കൂടെ വന്നവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നാൽ ഒന്നാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കാതെ നമ്മൾ ആരും മുന്നോട്ട് പോവില്ല. ഒന്നാമത്തെ വർഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാനെടുക്കുന്ന സമയമാണ് ഒരു വർഷം. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 മാസം വർക്ക് ചെയ്തിട്ട് സാറേ എന്റെ കൂടെ ആരും വന്നില്ല, എനിക്ക് ആരെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഈ അടിസ്ഥാനപരമായ കാര്യം അറിവില്ലാത്തതുകൊണ്ടാണ്. ഒന്നാമത്തെ വർഷം ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ച് പഠിക്കാൻ ഈ ബിസിനസ് എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഇവിടെയാണ് എല്ലാവരും പരാജയപ്പെടുന്നത്. ആവേശത്തോടു കൂടി ഈ ബിസിനസ് ഏറ്റെടുക്കുകയും ആ ആവേശം മുഴുവനും മറ്റുള്ളവരിലേക്ക് ഒന്നിച്ച് ഫോണിലൂടെയോ നേരിട്ടോ ചെരിഞ്ഞു കൊടുക്കുമ്പോൾ അവർ മണി ചെയിനുമായി ഇത് കമ്പയർ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഇത്തരം മേഖലയിൽ വന്നുകൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുകയും പുറകോട്ട് പോവുകയും ഞാനില്ല ഇതിലേക്ക് എന്ന് പറയുകയും ഉണ്ടാവാം. മറിച്ച് ഈ ഒരു ബിസിനസ് ആശയം എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ വർഷം നമ്മുടെ ബിസിനസ് പ്ലാൻ പറയാൻ പഠിക്കുന്ന വർഷമാണ്. ആ ഒന്നാമത്തെ വർഷത്തിനുള്ളിൽ എനിക്കാരും കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച വരുമാനമൊന്നും വന്നില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ഒരു ബിസിനസിന് വേണ്ടി എത്ര സമയം ചെലവഴിച്ചു. അതിനെ ആസ്പദമാക്കി അതിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് അടുത്ത ആഴ്ച വരാനുള്ള വരുമാനത്തിന്റെ സോഴ്സ്. എനിക്ക് വരുമാനമൊന്നും വന്നില്ല എന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എത്ര സമയമാണ് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് വേണ്ടി കൊടുത്തത്? അത് ചിന്തിക്കണം. നിങ്ങൾ എന്ത് കൊടുത്തു? നിങ്ങൾ ആരെങ്കിലും ഒറ്റക്ക് പോയി പ്ലാൻ കൊടുത്തോ? എത്ര പേരെ നിങ്ങൾ പ്ലാൻ കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്തു? ഇതാണ് വളരെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വർഷം ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പറയാൻ പഠിക്കണം. രണ്ടാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നാൽ നമ്മളെ കൂടെ വന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മളും നമ്മുടെ അപ്ലൈനും ഒക്കെ വർക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ ഒരു ടീമിനെ ക്രിയേറ്റ് എടുക്കാനുള്ള സമയം രണ്ടാമത്തെ വർഷത്തിലാണ്. രണ്ടാമത്തെ വർഷം നമ്മളെ കൂടെ കുറച്ച് വ്യക്തികളെ വരും. ആ വ്യക്തികളെ നമ്മൾ കൃത്യമായ രീതിയിൽ അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് 1-to-1 കൊടുക്കാനും ഹോം മീറ്റിംഗ് കൊടുക്കാനും ഇങ്ങനെ കമ്മിറ്റ്മെന്റോട് കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു ലീഡറായി നമ്മൾ മാറണം. രണ്ടാമത്തെ വർഷത്തിൽ നമ്മുടെ കൂടെ കുറച്ച് ആളുകളൊക്കെ കടന്നു വരും. അവര് ആരൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികൾ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ വർഷത്തിൽ ആരൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കടന്നു വരാൻ കഴിയുന്നത് എന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പോഴേക്കും മൂന്നാമത്തെ വർഷത്തിലേക്ക് അവർ കടക്കും. മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നാൽ നമ്മുടെ പണി എന്താ? നമ്മുടെ പണി ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കടന്നു വന്ന വ്യക്തികളെ റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുവാൻ അവരുടെ കൂടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം. നമ്മൾ അപ്പോഴും 1-to-1 നമ്മളപ്പോഴും നമ്മൾ പാടി നടന്ന് പല ആൾക്കും ബിസിനസ് കൊടുക്കാൻ വന്ന വ്യക്തികളെ ലീഡർഷിപ്പുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ പഠിപ്പിച്ചെടുക്കാനെടുക്കുന്ന സമയമാണ് മൂന്നാമത്തെ വർഷം. അവർക്ക് ഹോം മീറ്റിങ്ങുകളും അവരുടെ ടീം ബേസ് ഏരിയ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകളും അങ്ങനെ ഓരോ പോക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട വർഷം. 5 പോക്കറ്റുകളെങ്കിലും നമ്മൾ മൂന്നാമത്തെ വർഷത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഓരോ 5 പോക്കറ്റുകളിൽ നിന്ന് നമുക്ക് വരുമാനം വന്നുകൊണ്ടിരിക്കണം.
ഈ ഓരോ 5 പോക്കറ്റുകളെ അടിസ്ഥാനമാക്കുന്നത് ഓരോ ലീഡേഴ്സിന്റെയും കൂടെയുള്ള അസോസിയേറ്റ്. ഒരു ലീഡേഴ്സ് അദ്ദേഹത്തിന് ഇത്ര അസോസിയേറ്റ്, ഒരു ലീഡേഴ്സ്, അങ്ങനെ 5 ലീഡേഴ്സ്, അത് 5 പോക്കറ്റുകളാണ്. ഈ 5 പോക്കറ്റുകളിൽ നിന്ന് ഒരു പോക്കറ്റ് എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം. അപ്പോഴേക്കും 4 പോക്കറ്റിൽ നിന്നുള്ള വരുമാനങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒന്ന് കുറയുമ്പോൾ അങ്ങനെ 4 പോക്കറ്റിനെയും നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനായി 3-ാമത്തെ വർഷം എടുക്കണം. 4-ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ ഇത്രയും സമയം കൊടുത്ത എഫേർട്ടിനുള്ള പ്രതിഫലം ചെറിയ ലിക്വിഡ് രൂപത്തിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ചേരം വീട്ടിലിരുന്നാലും 1 മാസം വീട്ടിലിരുന്നാലും വരുമാനം വന്നുകൊണ്ടേയിരിക്കും. ഞാൻ 1 മാസം എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. ഒരു കോണി ചാരി വെച്ച് അതിമൊന്ന് കയറിയത് മറിഞ്ഞ പോണു, കയ്യാണ് പൊട്ടി, കൈ കംപ്ലീറ്റ് ഊരിപ്പോന്നു. 1 മാസം വീട്ടിലിരുന്നു, പക്ഷെ എന്റെ വരുമാനം വന്നുകൊണ്ടേയിരുന്നു. 45 ആഴ്ച കമ്പനി വെച്ച TDF വളരെ സിമ്പിളായി അടിച്ചു കഴിഞ്ഞു. എന്താ കാരണം അത് ഞാൻ പറയാം. 4-ാമത്തെ വർഷം ചെറിയ ലിക്വിഡ് രൂപത്തിൽ നമുക്ക് വരുമാനം വരും. 5-ാമത്തെ വർഷം 2,10,000 രൂപ എല്ലാ ആഴ്ചയിലും വരുന്ന ലീഡറായി നമുക്ക് മാറണം. അതിന്റെ തുടക്ക സമയം മുതൽ ഈ 5 വർഷം വരെ എന്ത് ജോലി ചെയ്യണം എന്നതിനെ കുറിച്ച് അറിവ് നമുക്ക് വേണം. ആ അറിവുണ്ടെങ്കിലേ ബിലീഫ് നമുക്കുണ്ടാകുള്ളൂ. ഈ കമ്പനിയിൽ നിന്നാൽ എനിക്കെന്ത് നേടാൻ സാധിക്കും, ഈ കമ്പനി എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും മീറ്റിങ്ങും അറ്റൻഡ് ചെയ്ത് വളരെ അനിവാര്യമാണ്. ഇതറിയാത്ത ഒരു വ്യക്തി, ഇത് പഠിക്കാത്ത 1-ാമത്തെ വർഷം 2-3 മാസം വർക്ക് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ അവർ പഠിക്കാത്തതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതും കാരണമാണ് അവരിങ്ങനെ ഇട്ടേച്ചു പോകുന്നത്. ഇത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ലീഡർക്ക് ഇത് അറിഞ്ഞിരിക്കണം. ലീഡർ ഇത് ആദ്യം പഠിക്കണം, എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഇതിന്റെ കാര്യം. ഇത് പഠിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹം 1-ാമത്തെ വർഷം എന്റെ കൂടെ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ എന്തായാലും എനിക്ക് അത്ര സ്വന്തമായ ബിസിനസ്സാണ്, ഞാൻ പോവാം, നിങ്ങൾ വൈഫിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വൈഫിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഉമ്മറത്തിരുന്ന് കേൾക്കുന്നു. അങ്ങനെ കേട്ടപ്പോ അദ്ദേഹം വൈഫ് കരുതി ഒരു RTP പ്രോഗ്രാമിന് വൈഫിനെ കൊണ്ടുപോകുമ്പോ കൂടെ നിങ്ങളും പോരെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൊണ്ടുപോയി. തിരിച്ചു വന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് വൈഫിന് മാത്രമല്ലല്ലോ, എനിക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്കും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് സമയത്താണ് വന്നത്. ആ വിസ, നിലവിലുള്ള വിസ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കേണ്ടി വന്നു. ആ വിസ ക്യാൻസലായി. അങ്ങനെ വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിന്നു. കുറച്ച് വൈഫിനെ മീറ്റിങ്ങിലേക്കും ട്രെയിനിങ്ങിലേക്കും കൊണ്ടുപോകുമ്പോൾ സപ്പോർട്ടിന്റെ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന് വിസ വന്നു നോക്കുമ്പോ എന്റെ കയ്യിലേക്ക് ആ വിസന്റെ പേപ്പർ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയും ഞാൻ നിൽക്കണോ പോണേ. എന്നോട് ചോദിച്ചാണ് അദ്ദേഹം, നിങ്ങൾ പറയും ഞാൻ നിൽക്കണോ പോണോന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് 1 വർഷം സമയം കൊണ്ടാണ്. ആ 1 വർഷം സമയം നിങ്ങൾ നിൽക്ക്, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ആ വിസ ക്യാൻസൽ ചെയ്തു. അദ്ദേഹം 1 വർഷം ഇതിൽ നിന്നു. ആ 1 വർഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു. അദ്ദേഹം ഇന്ന് STCന്റെ വർക്കിലേക്ക് എത്തുന്നു. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പഠിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ബിസിനസ്സിൽ സ്വയം ഉത്തരവാദിത്വങ്ങള്, കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ് ഈ 2,10,000 വെച്ച് തന്നിട്ടുള്ളത്. കുറച്ച് എഫേർട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു ബിസിനസ് മേഖല ഏറ്റെടുക്കുമ്പോ എന്റെ ചെറിയ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സമയമാണ്. ഞാൻ എന്റെ വൈഫും എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതും എന്റെ വൈഫാ. ഇന്നും എന്റെ ടീമിലെ പല കാര്യങ്ങളും സ്പന്ദനങ്ങൾ ഓരോ വ്യക്തികളെ മനസ്സിലാക്കാനും ഓരോ ടീമിനെ മനസ്സിലാക്കാനും അവരിലേക്ക് വേണ്ടി കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും എന്നേക്കാൾ കൂടുതൽ
എഫേർട്ട് ഇട്ടത് അവളാ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ കൂടെ നിന്നു, ഇങ്ങനെ സംസാരിക്കാനും ടീമിലേക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇതിൽ എന്റെ ഐഡിക്ക് മേലെയാണ് അവളുടെ ഐഡി. ഞാൻ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും അവളുടെ ഐഡിയിലാണ് വരുന്നത്. അപ്പോ അവള് ഇന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു. കാരണം തുടക്ക സമയത്ത് പാല് കൊടുക്കുന്ന കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് പോവാറ്. ഉമ്മാടേക്കൊന്നും ഉപ്പാടേക്കൊന്നും നല്ല ചിതയും. ചില സമയത്ത് രാത്രി 12 മണിയാവും വീട്ടിലേക്ക് വരാൻ. ചില സമയത്ത് കരഞ്ഞു പോകും. കാരണം ചില സമയത്ത് ചില സ്ഥലത്ത് പോയി പെട്ടെന്ന് വരാൻ പറ്റില്ല. കുട്ടിക്ക് പാല് കൊടുക്കാണ്ട് കുട്ടികൾ കരയും. എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുക, ഒരു ഭാഗം തളർന്നുകൊണ്ട് എന്റെ വീട്ടിൽ കിടക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം എടുത്ത എഫേർട്ട് എത്രമാത്രം ഉണ്ട്. എന്റെ ഉപ്പ സുഖമില്ലാതെ, എന്റെ ഉപ്പാക്ക് ആകെ ഒരു മോനായി. എന്റെ വീട്ടിൽ എന്റെ ഉപ്പയും ഉമ്മയും വൈഫും ഞാനും ഉള്ളു. എന്റെ ഉപ്പ സുഖമില്ലാതെ കുഴഞ്ഞൊരു ഭാഗത്ത് കിടക്കുന്നു. എന്റെ ഉപ്പാനൊന്ന് പൊന്തിക്കണമെങ്കിൽ ഞാൻ വേണം. എന്റെ ചെറിയ കുട്ടി, നിങ്ങൾ പല ആളുകളും പറയുന്നത് എനിക്ക് ചെറിയ കുട്ടിയാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ വീട്ടിൽ സുഖമില്ലാത്ത ആളുകളുണ്ട്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പരാതികളാണ്. പക്ഷെ എന്റെ വൈഫ് എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഇതിൽ കാണിക്കാറുണ്ടായ കാരണം, പ്രവാസിയായ ഞാൻ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന 1,00,000 മേലെ മാസം വരുമാനം ഉണ്ടാക്കുന്ന എന്നെ ഇതിലേക്ക് ക്യാൻസലാക്കി കൊണ്ടുവരാണ്ടായ കാരണം എന്റെ വൈഫാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മറ്റുള്ളവരെല്ലാവരും പഴിചാരുന്നത് ഞാൻ പരാജയപ്പെട്ടാൽ അവളെ ആയിരിക്കും എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് തന്നെ, എന്റെ കപ്പൽ മുക്കിയത് കൊണ്ട് തന്നെ, എന്റെ വരുമാന സോഴ്സ് കപ്പൽ മുക്കി എന്നാണ് പറയുന്നത്. എന്റെ വരുമാന സോഴ്സ് കിട്ടുന്നത് മുക്കിയത് കൊണ്ട് തന്നെ ഇനി ഇതിലൂടെയാണ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ഈ ഒരു മേഖല മറ്റെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടക്കാൻ നമ്മുടെ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള വഴി എന്റെ മുന്നിൽ ഒരു തടസ്സമല്ലായിരുന്നു. ഇക്കാരണങ്ങളുമൊന്നും ഞാൻ എത്തേണ്ട ലക്ഷ്യത്തിലേക്ക് എന്റെ വഴി കല്ലുമുള്ള നിറഞ്ഞതാണെങ്കിൽ എന്റെ വഴിയല്ല എന്റെ പ്രശ്നം. എന്റെ വിഷയം, എന്റെ ലക്ഷ്യം, എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. വഴിയല്ല എന്റെ പ്രശ്നം. വഴി കല്ലുമുള്ള നിറഞ്ഞതാണ്. ഞാൻ പല സ്ഥലത്തും ഹോം മീറ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ നിന്നും ഫോൺ വരും, ഉപ്പാക്ക് മൂത്രത്തിൽ പോകുന്നില്ല, ട്യൂബ് ബ്ലോക്ക് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണം. അവിടെ നിന്നും ഞാൻ എന്റെ വണ്ടി എടുത്ത് ഓടി വീട്ടിലേക്ക് വരും. പലവട്ടം ഡോക്ടർമാരത്ത് പോയി അതൊക്കെ ക്ലിയറാക്കി വീണ്ടും കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിന്നും വീണ്ടും പോകും വർക്കിന്. ഇങ്ങനെ എന്റെ വൈഫിനെ അവിടെ ആക്കിക്കൊടുത്ത് ഞാൻ പോരും, തിരിച്ചവരെടുക്കാൻ പോകും. ഇങ്ങനെ എഫേർട്ടുകൾ എടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഒരു കൂട്ടം ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്വം. ആരാണ് ലീഡർ? അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ലീഡർ. എങ്കിൽ നിങ്ങളൊന്ന് സ്വയം നെഞ്ചത്ത് വെച്ച് കൈവച്ച് ചിന്തിക്കണം, ഞാൻ ഇന്നലെ എത്ര സമയം ഈ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി കൊടുത്തു? ഞാൻ എന്ത് ഉത്തരവാദിത്തമാണ് ചെയ്തിട്ടുള്ളത്? ഒരു 6,000 രൂപക്ക് ജോലി ചെയ്യുന്ന പല ആളുകളെയും ഇന്ന് നമുക്ക് കാണാം. എങ്കിൽ ആ 6,000 രൂപക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്തം പോലും ഇവിടെ ഈ 2,10,000 തരാം എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? അവിടെ എത്ര സമയമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുകൊടുക്കണമെങ്കിൽ അത് അപ്ലൈന്റെ പണിയാണ്. ഒരാളെ ഒന്ന് വിളിക്കണമെങ്കിൽ അത് അപ്ലൈന്റെ പണിയാണ്. ഇത് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് സ്വയം ലീഡർഷിപ്പ് ഏറ്റെടുക്കാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഉത്തരവാദിത്വമുള്ള, കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ, പഠിച്ചിരുന്നാൽ മാത്രമേ, അതിനാണ് നമ്മൾ മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. പല ആളുകളും പറയുന്നേക്കാം എനിക്ക് എല്ലാം അറിയാം,
എല്ലാം എനിക്കറിയാം. എന്തറിയാം? ഒരു 10 മിനിറ്റ് നേരം നിന്ന് സംസാരിക്കാൻ അക്ഷരങ്ങൾക്ക് പഞ്ചമില്ലാതെ, വാക്കുകൾക്ക് പഞ്ചമില്ലാതെ, നല്ല കണ്ടന്റുകൾ വെച്ച് സംസാരിക്കാൻ എത്ര പേർക്ക് അറിയും? അങ്ങനെ അറിയണമെങ്കിൽ, വാക്കുകൾ നല്ല കൃത്യമായി വന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ തുടക്ക സമയത്ത് ഈ ഒരു മീറ്റിങ്ങും ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്തുകൊണ്ട് മറ്റുള്ള ലീഡേഴ്സ് പറയുന്നതിനെ കൃത്യമായി അതിന്റെ ആശയത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കേട്ടിട്ട് പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ സംസാരിച്ചു കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും, എത്ര ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ടും അക്ഷരങ്ങൾക്ക് പഞ്ചമില്ലാതെ, ഇടറാതെ, കാലുകൾ ഇടറാതെ സംസാരിക്കാനുള്ള കഴിവ് ഈ ഡയറക്ട് മേഖലയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ലോകത്ത് നമ്മൾ മനസ്സിലാക്കണം, ഒരു സംരംഭകനും ഒരു ആകസ്മികമായി വിജയിച്ചതല്ല. അവരെല്ലാവരും അവരുടെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലവട്ടം വീണു പോയിട്ടുണ്ട്. അവരെല്ലാവരും ആ വീണുപോയ പരാജയപ്പെടാന്റെ കാരണത്തെ പഠിച്ചവരാണ്. നമ്മളും ഡയറക്ട് മേഖലയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ വീഴും. പക്ഷേ ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്ന വീണ്ടുമുള്ള പേടിയാണ് അവരെ പുറകോട്ട് വലിക്കുന്നത്. പരാജയപ്പെടാമെന്നുണ്ടായ കാരണത്തെ പഠിക്കാനാണ് നമ്മൾ തയ്യാറാവുന്നത്. ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എവിടെയാണ് എന്റെ മിസ്റ്റേക്ക്, അവിടെ പഠിക്കാൻ തയ്യാറാണ്, അവിടെ നികത്താൻ തയ്യാറാവണം. എന്റെ മിസ്റ്റേക്ക് എന്താണ്, അത് നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് വിജയിക്കാൻ സാധിക്കും. ലോകത്ത്, ഞാൻ അതാ പറഞ്ഞത്, ലോകത്ത് ഇന്ന് നമ്മൾ വിജയിച്ച് കാണുന്ന ഓരോ ബിസിനസ്സുകാരും അവരുടെ ജീവിതത്തിൽ അവർ പരാജയപ്പെട്ടത് നമ്മൾ ആരും കാണുന്നില്ല. അവരുടെ സക്സസ് മാത്രമേ നമ്മൾ നടക്കുന്നുള്ളൂ. അപ്പൊ എല്ലാ ആളുകളും ശക്തമായി മുന്നോട്ട് പോവുക. എനിക്ക് അനുവദിച്ച സമയം തീർന്നുപോയി.